എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ മുഖം വല്ലാതെ ഇരിക്കുന്നത്, ഒരു ഫ്രഷ് അല്ലല്ലോ. അത് മരിച്ച സ്ഥലത്തുനിന്ന് ഞാൻ വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരിച്ച സ്ഥലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുളിക്കണം. കുളിക്കാൻ പോകുന്നതിനേക്കാളും മുന്നേ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലും കൂടി എന്താണ് തോട്ട്, എൻ്റെ തോട്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലും കൂടി എത്തിക്കുകയാണ്. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ അതിൻ്റെ മെസ്സേജുകൾ നിങ്ങൾ അയക്കണം. എനിക്കും കൂടിയും അറിയണമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. സെക്കൻഡ് കപ്പ രണ്ടിയാണ്. ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അവരുടെ ഫോട്ടോയിൽ കാണിക്കാം. മകൻ്റെ കല്യാണത്തിന് വന്നാണ്. ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ മരിച്ചു. 45 വയസ്സ്. 45 വയസ്സ് അത്ര വലിയ പ്രായമൊന്നുമല്ല. അപ്പോൾ അവരെൻ്റെ കല്യാണത്തിന് വന്ന് ഞാൻ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ എന്താണെന്ന് ഉള്ളത്. അതായത് ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ഓരോ കമ്പനികളിലും നിങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കിട്ടും, അല്ലെങ്കിൽ 7 ലക്ഷത്തിൻ്റെ കിട്ടും, 10 ലക്ഷത്തിൻ്റെ. അത് ഓരോ ഇതനുസരിച്ച്, അതായത് ഓരോ നമ്മളുടെ സാലറിയുടെ ബേസിക് അനുസരിച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുറേ കാലത്തിന് മുന്നേ ഈ ഇൻഷുറൻസ് നോക്കിയിരുന്നു. പക്ഷേ രണ്ടാൾക്കും നല്ല ഹൈ പ്രഷർ, ഹൃദയം പോയതിന് ശേഷം ഹൈ പ്രഷർ, പിന്നെ എനിക്ക് ഷുഗറും ഉണ്ട്. അപ്പോൾ പിന്നെ ഏജ് ലിമിറ്റുണ്ട്. അവർക്ക് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് കൊടുക്കൽ നിർത്തും. പിന്നെ വേറെ ടൈപ്പിലുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ആകെയുള്ള ഇൻഷുറൻസ് ഹരുണിൻ്റെ പുറത്താണ്. അപ്പോൾ ഇയാൾക്ക്, ഞാൻ പേര് പറയുന്നില്ല, ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ്, അയാൾക്ക് ഇത്ര ഒരു ലിമിറ്റിനുള്ള ഇൻഷുറൻസ് ഉണ്ട്, 4 5 6. അപ്പോൾ അവരെന്ത് ചെയ്തു, 6 എന്നുള്ളത് 2 + 2 4 5 6 6 എന്നുള്ളത് 3 + 3, അതായത് ഹസ്ബൻഡിനും വൈഫിനും ആക്കിയിട്ട് അതവർ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 3 ലാഖിനുള്ളത് ചെയ്യാം. പിന്നെ അതിൽ കൂടുതൽ വരുന്നത് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്ര ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇയാളുടെ ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നു, ഒരാഴ്ചയായിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ പോയിട്ടുള്ള തലവേദന. ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പനവേലിലുള്ള ഒരു ഡോക്ടറാണ്, അത് പേരൊന്നും എനിക്കറിയില്ല. കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മൈഗ്രെയിനാണ്, പക്ഷേ ഇത് അതിൻ്റെ തലയുടെ പേര് എന്തോ ഒരു ഇത് പറഞ്ഞു, അതിൻ്റെ ഇതിൽ ഇത്തിരി ഇതുണ്ട്, സ്വെല്ലിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു ഡോക്ടറെ ഇത് ചെയ്യാം. പക്ഷേ ഈ ഡോക്ടറും ആ ഡോക്ടറും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇയാൾ ചെന്നുകൊണ്ട് അയാൾ കാത്തു നിൽക്കുകയാണ് വെട്ടാനായിട്ട്, കഴുത്ത് വെട്ടാനായിട്ട്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്നും കൂടി ആലോചിച്ചോ, കുറച്ചും കൂടി ഒന്ന് ആലോചിക്ക്, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്ക്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട.
ചെന്ന് വന്ന് പറഞ്ഞു അയാൾ സ്റ്റെൻഡ് ഇടണം. അപ്പോഴും ഹസ്ബൻഡ് കുറച്ചും കൂടി ഉപദേശിച്ചു, വേണ്ട, ഇത് നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പോയി. അത് നെറൂളിലുള്ള തെരണ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ പോയി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെൻഡ് ഇടുന്നതിൽ ബ്ലീഡിങ് ആയി എന്നാണ് പറയുന്നത്. ബ്ലീഡിങ് ആയ ഉടനെ തന്നെ അയാൾ വന്നിട്ട് പറയാണ്, ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവരുടെ ബ്രെയിൻ ഓൾറെഡി ഡെഡായി കഴിഞ്ഞു. ഹസ്ബൻഡ് ഭയങ്കര ചൂടായിട്ട് അയാളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അയാൾ കുറച്ചൊന്ന് വിറച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെന്ത് ചെയ്യാൻ, അത് ഇതായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. തലയോട്ടി മുറിക്കണം, തലയോട്ടി പൊളിച്ച് വെച്ച് ഇട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ അവർ മരിച്ചു കഴിഞ്ഞു, സ്ത്രീ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് കേട്ടോണ്ടേ ഞാൻ പറഞ്ഞു മരിച്ചു, ഇനി അതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ മേറ്റയ്ക്ക് ഹസ്ബൻഡ് ചാടി കയറി, അങ്ങനെ പറയല്ലേ, ഏത് മനുഷ്യന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തലയുടെ ഉള്ളിൽ അത് സ്റ്റെൻഡ് കയറ്റിൻ്റെ ഇടയിൽ 100,000 ഞരമ്പുകൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ളേക്കാൾ അധികം ഇതുകളുണ്ട് ഇതിൻ്റെ ഈ കോപ്പട്ടിയുടെ ഉള്ളിൽ. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റ് എല്ലാവരും വയ്ക്കണം. ഈ സാധനമാണ് ഏറ്റവും മെയിൻ. ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരിക്കലും യാത്ര ചെയ്ത് 2 വീലറിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബ്ലീഡിങ് ആയി കഴിഞ്ഞിട്ട് ഈ തലയോട്ടി പൊളിച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുക, എത്ര പൊളിച്ച് വെച്ച് അത് സ്വെല്ലിങ് ആയി ഇത്ര, പിന്നെ അത് അടച്ചു വയ്ക്കാൻ പറ്റുന്നില്ല ഹെൽമെറ്റ്. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് എന്ന് പറയാം, തലയോട്ടീന് ഹെൽമെറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ പറയുക, കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്തതുകൊണ്ട് ഇന്നിപ്പോൾ തേഴ്സ്ഡേ, വെള്ളിയാഴ്ച ആവണേക്കാൾ മുന്നേ അവർ ഇത് അന്ന് ആ ബ്ലഡ് ഇങ്ങനെ ഇതായി ഇപ്പോൾ തന്നെ അവർ മരിച്ചു കഴിഞ്ഞു. തലയോട്ടിയൊക്കെ എടുത്തത് ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ആൾക്കാർ മകളെ 10-40 ലക്ഷം രൂപ കൊടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് പിന്നെ വിട്ടിരിക്കുക പഠിക്കുക. മകൾ വന്നിട്ടുണ്ട്. മകളെ 10-40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു മകളുള്ളൂ ഓസ്ട്രേലിയയിലേക്ക് കരുണ്ട പോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. ഇനി അത് പഠിച്ച് വലുതായിട്ട് വേണം. ഇവിടെ വീടുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ എന്താ ചെയ്യുക, പിന്നെ നമുക്ക് കുറച്ച് കാലം നമ്മൾ പറയും. ഇപ്പം എൻ്റെ മകൾ മരിച്ചപ്പോഴും എല്ലാവരും ഒരു 1 വീക്ക് 2 വീക്ക് 1 മന്ത് 2 മന്ത്സൊക്കെ ഇതൊക്കെ പറയും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ പണികളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാൻ പറയണത് എന്താ വെച്ചാൽ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2 വീക്സ് മുന്നേ, 2 വീക്സ് അല്ല 3 വീക്സ് മുന്നേ കരുണിനോട് പറയണ്ടായിരുന്നു, എന്താ ഞങ്ങൾക്ക് വല്ല ഇൻഷുറൻസ് കിട്ടുമോ. ഈ ഇൻഷുറൻസ് കിട്ടുന്നതിൻ്റെ ഉള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 4 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാം. 4 ലക്ഷത്തിൻ്റെ പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, 4 എന്നുള്ളത് 8 ലക്ഷം, ഡബിൾ 4+4 8 ആക്കിയിട്ട് അവർ ഇതാക്കും. അവർക്കും വേണമല്ലോ എന്തെങ്കിലും ഒരു ഫൈദ, എന്തെങ്കിലും ഒരു ലാഭം. അപ്പോൾ അവർ അതുമ്മ കളിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഹരുണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഹരുൺ, എനിക്ക് ഓർമ്മയുള്ള സമയത്തോളം ഞാൻ പറയാതെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറയാതെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ അനുവാദമില്ലാതെ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഹാർട്ട് സർജറിയോ
ഒരു സർജറി എൻ്റെ ബ്രെയിനോ ഹാർട്ടോ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇത് ഓർമ്മ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് മുഴുവൻ ധ്യാനം തരുന്നു, നീ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തോ, 6 7 എന്ത് വേണമെങ്കിലും ചെയ്തോട്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും സ്കാം നടക്കണത് ഞാൻ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ സ്കാം. സെക്കൻഡ് ഉള്ളൂ പോലീസ്, തേർഡ് ഉള്ളൂ പൊളിറ്റീഷ്യന്മാരെ നിങ്ങളധികം കുറ്റം പറയേണ്ട, അവർ പിന്നെയും ഭേദം. ഫസ്റ്റ് സ്കാം നടക്കുന്നത് ഹോസ്പിറ്റലാണ്. മരുന്ന് മാഫിയ, ഇതെല്ലാം മരുന്ന് മാഫിയൊക്കെ എന്നെ വന്ന് കൊല്ലാണെങ്കിൽ കൊന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഞാൻ പറയാണ്, നിങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരൊക്കെ എന്താ വരുമ്പോഴേക്കും സോണോഗ്രാഫി, ആ ഗ്രാഫി, ഈ ഗ്രാഫി, അത് ചെയ്ത് ഇതൊന്നുമില്ലല്ലോ. അവരൊക്കെ മരുന്നാണ്, ഒറ്റമൂലികൾ മരുന്ന്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പഴയ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചു വന്നു. നിങ്ങൾ പഴയ കാലത്തേക്ക് തിരിച്ചു വരിക, പച്ചമരുന്നുകളോട് കൂടുതൽ സ്നേഹിക്കുക. ബാക്കി നിങ്ങൾ എന്ത് തന്നെ തലകുത്തി പറഞ്ഞാലും നിങ്ങൾ ചാവുന്ന സമയത്ത് നിങ്ങൾ ചാവും, അല്ലെങ്കിൽ ഞാൻ ചാവുന്ന സമയത്ത് ഞാൻ ചാവും. അതിപ്പോൾ നിങ്ങൾ ലോകത്തിലുള്ള നൈജീരിയ അല്ല, അമേരിക്ക പിന്നെ ഇപ്പോൾ പാപ്പരിച്ചൂട്ടായി പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയല്ല, സ്വിറ്റ്സർലൻഡോ നിങ്ങൾ ജർമ്മനിയോ എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് എത്രയുണ്ട് അത്രയേ നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇന്ന് ചികിത്സിക്കാനുള്ള മരുന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുക, എൻ്റെ അപ്പാപ്പൻ ഇത്ര പാവം 10 പൈസ വാങ്ങില്ല, ഈ 4-5 ചോക്ലേറ്റ് കേക്ക് ഇതൊക്കെയാണ് കൊണ്ടു കൊടുക്കുക അപ്പാപ്പന്. എത്ര പേരുടെ ജീവനാണ് രക്ഷിച്ചിരിക്കണേന്നറിയാം. അത് പറയുമ്പോൾ ഒരു സല്യൂട്ട് അടിക്കണം അപ്പാപ്പനും അമ്മാമ്മയ്ക്കും. അമ്മാമ്മ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും, അതായത് എൻ്റെ ഫാദറിൻ്റെ അപ്പനും അമ്മയും വൈദ്യന്മാരായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ഒരു പാമ്പ് കടിയേറ്റ്, അതായത് പാമ്പ് കഴിച്ചിട്ട് വരണ സമയം ഇങ്ങനെ പറയും, ആരോ ഇന്ന് വരുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല, അത്രയും ഒരു ഷാർപ്പാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ഒരു ഡോക്ടർമാരിന്നുണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, നിങ്ങൾക്ക് എത്ര ഇൻഷുറൻസ് ഉണ്ട്, 2 lakhs ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, ഇതാണ് ആലോചിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ നേരിടില്ല. ഞാനിതിൻ്റെ കൂടെ അവരുടെ ഫോട്ടോയും ഞാൻ അവിടെ പോയിരിക്കണതും ഒക്കെ ഇടാം. ഭയങ്കര സങ്കടമുണ്ട്, ഒരു സുഖമില്ല, മനസ്സിന് ഒരു സുഖമില്ല. എൻ്റെ പപ്പനക്കെട്ട് മുടിയും എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കരഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കരയില്ല എന്നൊക്കെ വെച്ചാൽ പി എന്ന് ശബ്ദം എല്ലാവരും നോക്കി കരഞ്ഞിട്ടേ. അപ്പോൾ നമുക്ക് കരച്ചിൽ അടക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ചില സമയത്ത് അങ്ങനെ പറ്റില്ല. വിതുമ്പിയിട്ടുള്ളൂ, അങ്ങനെ എന്ന് പറഞ്ഞൊന്നും കരഞ്ഞൊന്നുമില്ല. എന്താ ചെയ്യുക, കഷ്ടമായി, അത് ഭയങ്കര കഷ്ടം. എന്താ ചെയ്യുക, അവരിപ്പോൾ അവിടെ ഉണ്ട്, എന്നെ കൊണ്ടുവന്നാക്കി, എന്നെ കൊണ്ട് പറ്റില്ല എന്നറിയാം അവർക്ക്. അപ്പോൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി. ചേച്ചി ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയാണ് നോക്കുക, എൻ്റെ കാലിൻ്റെ അടി നോക്ക്. ഞാനിപ്പോൾ മരിച്ച വീട്ടിലാണ് ഇരിക്കുന്നത്. കാലിൻ്റെ അടി ഏറ്റവും കീഴിലാണ്. നമ്മൾ എപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ അടിയാണ് നോക്കുക. കാലാണ് ഞാൻ എപ്പോഴും നോക്കാറ്.
മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കാലാണ് എപ്പോഴും ഞാൻ നോക്കാൻ. അപ്പോൾ ഇതാണ് സന്ദേശൻ്റെ വീട് കേട്ടോ. എപ്പോഴും ഡാഡി പറയാറുണ്ട് ക്ലീനായിട്ടിരിക്കണം വീടാണ്. നീ നോക്ക്, ഇങ്ങനത്തെ ക്ലീനായിട്ടുള്ള വീട് കണ്ടിട്ടുണ്ട്, തുണ്ട് പൊടി പോലും കാണില്ല.